നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് മൂകാംബിക ദേവിയെ കുറിച്ചാണ്. അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല. പക്ഷെ ഇന്ന് അമ്മയുടെ പഞ്ചരത്ന സ്തോത്രത്തെക്കുറിച്ചാണ്. എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പരാതിയെ മാനിച്ചാണ് ഞാനിതിരുന്നത്. 1 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി മുതൽ, ടീച്ചറെ എൻ്റെ കുഞ്ഞ് നന്നായി സംസാരിക്കുന്നില്ല, പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഇപ്പം 3 വയസ്സായി, നന്നായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കില്ല, നഴ്സറിയിലാണെങ്കിലും ഒക്കെ വികൃതിയാണ്. അങ്ങനെ ഏറ്റവും ഉയർന്ന തലം വരെ, ടീച്ചറെ എൻ്റെ കുഞ്ഞിന്ന് ഒരു പരീക്ഷ എഴുതാൻ പോവാണ്, സൈനിക് സ്കൂളിൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ നവോദയയുടെ പരീക്ഷ എഴുതാൻ പോവാണ്, സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പം അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് ആയിട്ട് വരും. 10ാം ക്ലാസ് പരീക്ഷ, മറ്റു തരത്തിലുള്ള പരീക്ഷ, ഇൻ്റർവ്യൂ, അങ്ങനെ ഏത് പരീക്ഷകളെയും നേരിടാൻ, ഏത് പ്രതിസന്ധികളെയും നേരിടാൻ, പ്രസംഗിക്കാനുള്ള, മനസ്സ് തുറന്ന് ഒരാളോട് മടിയില്ലാതെ സംസാരിക്കുവാനുള്ള സംസാര ചാതുര്യത്തിനായി എല്ലാത്തിൻ്റെയും രാശിചക്രത്തിലെ നാഥനായിട്ട് കാണുന്നത് ബുധനെ കൊണ്ടാണ്. ബുധൻ ഉണ്ടെങ്കിൽ എല്ലാ ലൗകിക സുഖങ്ങളും കിട്ടും, നല്ല ബൗദ്ധികമായ വളർച്ച ഉണ്ടാവും. അപ്പോൾ ആ ബുധനെ കുറിച്ച്, ബുധനുമായി ബന്ധപ്പെട്ട് ബുധൻ്റെ കാരകത്വം 2 ദേവതകൾക്കാണ്. ഒന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാര ഭാഗങ്ങളായ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമസ്വാമിയും ഒക്കെ ബുധൻ്റെ മൗഢ്യം മാറ്റുന്നതിന് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി, പുരുഷ സൂക്താർച്ചന ചെയ്താൽ മതി, ജയന്ന് പ്രാർത്ഥിച്ചാൽ മതി. ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാലും നല്ലതാണ്. ബുധനാഴ്ചകളിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശ്രീകൃഷ്ണസ്വാമിയാണ് അടുത്ത ബുധൻ്റെ കാരകത്വം. ശ്രീകൃഷ്ണസ്വാമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴുള്ള തൃക്കൈവെണ്ണ ഭഗവാന്റെ കൈ കൊടുത്തിട്ട് ആ വെണ്ണ മേടിച്ച് സേവിച്ചാൽ തന്നെ കുട്ടികൾക്ക് സംസാര ചാതുര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുപോലെ അങ്ങോട്ട് ഉയർന്ന തലത്തിലെത്തുമ്പോൾ തന്നെ, എഴുത്തിനിരുത്തുമ്പോൾ തന്നെ വിദ്യാഗോപാല മന്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ വളരെ കുറച്ചേ ഉള്ളൂ. കുട്ടികൾക്കിങ്ങനെ ഓരോ അമ്പലങ്ങളിലും കുട്ടികളെ കൊണ്ട് തന്നെ ചൊല്ലിച്ച് ചെയ്യിക്കുന്നതാണ്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. അത് വിദ്യാഗോപാല മന്ത്രം. എല്ലാ കുട്ടികൾക്കും അത് ചൊല്ലാനും പഠിക്കാനും കഴിയുന്നത് നല്ലതാണ്. അതിൽ ബുധനൊന്നും നോക്കണ്ട. എല്ലാ ദിവസവും വിദ്യാഗോപാല മന്ത്രം ഒരു ശീലമാക്കി ചൊല്ലുക ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോഴേ തന്നെ കുട്ടികൾ, ഓരോ കുഞ്ഞും എഴുന്നേൽക്കുമ്പോഴേ തന്നെ നമ്മൾ ആ ശീലം കൊടുത്താൽ മതി. ഇത്ര ദേവികളെ ഒന്ന് കാണാൻ എഴുന്നേൽക്കുമ്പോൾ ആ കിടക്കയിൽ നിന്നുകൊണ്ട് തന്നെ മക്കളെ കൈ ഒന്ന് നോക്കി നിവർത്തി പിടിച്ചുകൊണ്ട് കരാഗ്രേ വസുദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം. ആ എഴുന്നേറ്റ ഉടനെ തന്നെ കൈകളൊന്ന് നോക്കൂ. ഈ കൈകളാണ് നിങ്ങൾക്കെല്ലാം തന്നെ വിരൽ തുമ്പിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ആ കരങ്ങളുടെ അഗ്രങ്ങളിൽ മഹാലക്ഷ്മിയാണ്, കരമധ്യത്തിൽ സരസ്വതിയാണ്, കരമൂലങ്ങളിൽ ഗൗരിയാണ് അല്ലെങ്കിൽ ഗോവിന്ദനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് തുടങ്ങി കുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ ഒരു ശീലമാക്കി കൊടുക്കുക. ഒരു അറിവ്, തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ മുതൽ. പിന്നെ കുറച്ചും കൂടി ഉയർന്ന എഴുത്തിനിരുത്തി കഴിയുമ്പോൾ വിദ്യാഗോപാല മന്ത്രം പറഞ്ഞു കൊടുക്കുക. അതുപോലെ അമ്മ കുട്ടിയെ മടിയിലിരുത്തി ചൊല്ലിയാൽ മതി. അതിൻ്റെ കൂടെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേം സദാ. അതാവാം. അതിൻ്റെ ഉയർന്ന തലമാണ് മൂകാംബിക ദേവി. മൂകാംബികയിലാണ് എഴുത്തിനെടുത്തെന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് അമ്മയുടെ മൂലമന്ത്രമൊക്കെ ധാരാളം അറിയാം. ഓം ഐം ഗൗരി മൈം പരമേശ്വരി മൈം സ്വാഹ എന്നറിയാം. ശ്രീ കാർത്യായനീജ മൂകാംബികായ കാർത്യായനീജ വിദ്മഹേ ദാക്ഷായണീജ ധീമഹി തന്നോ അംബിക പ്രചോദയ. അത് മൂകാംബിക ദേവിയുടെ ഗായത്രിയാണ്. അമ്മയുടെ മന്ത്രം ഇത്രയേ ഉള്ളൂ. ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. അതും ചൊല്ലാം.
ഇനി കുറച്ചും കൂടെ ഒരു ഉയർന്ന പരീക്ഷയിലേക്ക് പോവുകയാണ്, ഒരു എൻട്രൻസ്, ഒരു USS, ഒരു LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടിക്ക് അമ്മ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമ്മ അടുത്തിരുത്തിക്കൊണ്ട് ചൊല്ലാവുന്ന ഒരു കീർത്തനം പഞ്ചരത്ന സ്തോത്രം എന്നാണ് പറയുക. മൂകാംബിക പഞ്ചരത്ന സ്തോത്രം. പ്രസംഗിക്കാൻ പോകുന്നതിന് ഒരു ഇതും ഇല്ലാതെ നന്നായി പ്രസംഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരൻ, മിഥുനക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മകയിരത്തിൻ്റെ അവസാന 2 പാതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദവും ചേരുന്നതാണ് മിഥുനൻ രാശിക്കാർ. അവരുടെ രാശിനാഥൻ ബുധനാണ്. അതുപോലെ കന്നിരാശിക്കാര് ഉത്രത്തിൻ്റെ അവസാന 2, 3, 4 പാദവും അത്തത്തിൻ്റെ 4 പാദവും പിന്നെ ചിത്തിരയുടെ ആദ്യത്തെ 2 പാദവും ചേരുന്ന കന്നിരാശിക്കാരുടെയും അധിപൻ ബുധനാണ്. രാശിയാധിപൻ അധിപൻ ബുധനാണ്. അപ്പം മിഥുനം രാശിയിൽ ജനിച്ചവര്, കന്നിരാശിയിൽ ജനിച്ചവര്, ബുധൻ മീനൻ രാശിയിൽ നീചത്തിൽ നിൽക്കുന്നവര്. ബുധൻ മീനൻ രാശിയിൽ നീചനാണ്. അപ്പോൾ അവിടെ വേറെ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഭംഗമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ നീചത്വം മാറ്റുന്നതിന് സൂര്യൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമൊക്കെ ഉണ്ടെങ്കിലും മൗഢ്യം ഉണ്ടാവും. ആ മൗഢ്യം മാറ്റുന്നതിനൊക്കെ മൂകാംബിക ദേവിയുടെ ഈ പഞ്ചരത്ന സ്തോത്രം ജപിച്ചുകൊള്ളൂ. ഏത് പരീക്ഷയെ അതിജീവിക്കുന്നതിനും ഈ മന്ത്രം വളരെ നല്ലതാണ്. ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രക്കാര് ബുധദശയിൽ ജനിച്ചവരാണ്. അവരുടെ ദശാനാഥൻ ബുധനാണ്. അപ്പോൾ ആ ബുധൻ്റെ ഐശ്വര്യം കിട്ടുവാൻ വേണ്ടിയിട്ട് ലോയർമാരായാലും വക്കീലന്മാരായാലും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകരൊക്കെ ആണെങ്കിൽ ആ ബുധൻ്റെ മൗഢ്യമൊക്കെ മാറി നന്നായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വരുത്തുന്നതിന് മൂകാംബിക ദേവി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അമ്മയുടെ സ്തോത്രം. ഓം മൂലാംഭൂരുഹ മധ്യകോണ വിലസത് ബിന്ദുകരാഗോജ്വലാം ജ്വാല ജിതേന്ദുകാന്തിലഹരീം ആനന്ദസന്ദായിനീം ഹേലാലാളിത നീലകുന്തളധരീം നീലോത്തരീയാം ശുഗാം കൊല്ലൂരദ്രി നിവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബികാം. ബാലാദിത്യ നിഭാനനാം ത്രിനയന ബാലേന്ദുനാം ഭൂഷിതാം നീലാകാര സുഖേശിനീം സുലളിതാം നിത്യാന്നദാനപ്രദാം ശംഖചക്രവരാഭയഞ്ജദതി സാരസ്വതാർത്ഥപ്രദാം താംബാലാം ത്രിപുരം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാ. മധ്യാനാർക്ക സഹസ്രകോടി സദൃശ മായാന്ധകാരേ സ്ഥിതാം മായാജാല വിരാജിതാം മദകരീം മാരേണ സംസേവിതാം ശൂലം പാശകപാല പുസ്തകധരാം ശുദ്ധാർത്ഥ വിജ്ഞാനദാം താംബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. കല്യാണീം കമലേക്ഷണാം വരനിധി മന്ദാര ചിന്താമണീം കല്യാണീം ഭവതി വികർമ്മശവനാം കാഞ്ചീപുരീം കാമദാം. കല്യാണീം കമലേക്ഷണാം വരനിധിം മന്ദാര ചിന്താമണി കല്യാണീം താംബാലാം ത്രിപുരാ ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. കാളാംബോധര കുന്തളാസ്മിതമുഖീം കർപ്പൂരഹാരോജ്വലാം കർണാലംബിത ഹേമകുണ്ടലധരീം നീലോത്തരീയാം ശുഗം കൊല്ലൂരദ്രി നിവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബികാം. കൈവല്യകപരായണാം കളമുഖീം പത്മാസനേ സംസ്ഥിതാം താംബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. മന്ദാര കുന്ദ കുമുദോത്പല മല്ലികാബ്ജൈ ശൃംഗാര വേഷ സുര പൂജിത വന്ദിതാംഗ്രി മന്ദാര കുന്ദ കുമുദോത്പല സുന്ദരാംഗീ മൂകാംബികേ മയീ നിദേഹി കൃപാകടാക്ഷം.
അമ്മയുടെ ഈ പഞ്ചരത്ന സ്തോത്രം ജപിച്ചിട്ട് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ മനസ്സിൽ നമ്മൾ ചുവന്ന ഇത് ചെറുപയർ കളറോ പച്ച കളറോ ഒക്കെ വസ്ത്രമൊക്കെ ധരിക്കുക. ഈ ബുധൻ മൗഢ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചെറുപയർ തലയ്ക്കൊഴിഞ്ഞ് വെള്ളത്തിൽ ഒഴുക്കി കളയുക, കിളികൾക്ക് കൊടുക്കുക, ചെറുപയർ ദാനം ചെയ്യുക. അതുപോലെ തന്നെ ചെറുപയർ കൊണ്ട് മൂലമന്ത്രം ചൊല്ലി മൂകാംബിയുടെ മൂലമന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുക. ഇതൊക്കെ ബുധൻ്റെ മൗഢ്യം മാറി എല്ലാവരും ബുദ്ധിയുള്ളവരായി, ബുദ്ധിയല്ല അറിവല്ല, നമുക്ക് തിരിച്ചറിവാണ് വേണ്ടത് വേണ്ട സമയത്ത് തോന്നി നമ്മൾക്ക് നല്ലതും ചീത്തയും അറിയുകയും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കഴിവ് അമ്മ നൽകും. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ അമ്മയെ ഭജിക്കൂ. മൂകാംബിക ദേവിയുടെ ഈ പഞ്ചരത്ന സ്തോത്രം എല്ലാവരും ജപിക്കൂ. അമ്മയുടെ ഇത്രയും വലിയ സ്തോത്രം ചെല്ലാൻ കഴിയാത്തവർക്ക് 2 വരി ഒരു നാമമുണ്ട്. ഊണിലും ഉറക്കത്തിലും ഓരോ ശ്വാസത്തിലും ഈ വരികൾ ചൊല്ലൂ. അംബിക അനാദി നിധനാശ്വാരൂഢ അപരാജിത, അംബിക അനാദി നിധനാശ്വാരൂഢ അപരാജിത, അംബിക അനാദി നിധനാശ്വാരൂഢ അപരാജിത. ഒരു കീർത്തനം ഇത്തിരി വലുതായിപ്പോയി, ഒരു ശ്ലോകം ഇത്തിരി വലുതായിപ്പോയി എന്നോർത്ത് ആരും ടെൻഷൻ എടുക്കണ്ട. നോട്ടിൽ അതിൻ്റെ ഇതിട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലി നോക്കൂ. എൻ്റെ മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ അവന് സൈനിക് സ്കൂളിലേക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് മുമ്പ് എൻ്റെ ഒരു കൊളീഗ് തന്നതാണ്. സഹപ്രവർത്തകയായ കൃഷ്ണാമ്പാൾ ടീച്ചർ തന്നതാണ് ഈ ശ്ലോകം. ഇപ്പം മോനും സൈനിക് സ്കൂളും കഴിഞ്ഞു. അവനിപ്പം 34 വയസ്സായി. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ 1,00,000 പേർക്കെങ്കിലും ഈ കീർത്തനം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ അമ്മ അവിടെ ഇരുന്ന് ഈ കീർത്തനം 108 പ്രാവശ്യമൊക്കെ എഴുതും. തീർച്ചയായിട്ടും ഈ കീർത്തനം ഒരുപാട് പുണ്യമുള്ളതാണ്. അംബിക അനാദി നിധനാശ്വാരൂഢ അപരാജിത, അമ്മേ ശരണം, അമ്മേ ശരണം, അമ്മേ ശരണം. നന്ദി, നമസ്കാരം.